മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പതുട്ടി KT ജലീൽ അടക്കമുള്ള പ്രമുഖരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുന്നു. വൈകിട്ട് മലപ്പുറത്ത് നടക്കുന്ന പാർലമെന്റ് കൺവെൻഷൻ LDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. വൈകിട്ട് നടക്കുന്ന പാർലമെന്റ് കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ N ശ്രീപ്രകാശ് NDA സ്ഥാനാർത്ഥി നാളെയാണ് പത്രിക സമർപ്പിക്കുക. ഇതോടുകൂടി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാകും. പാർട്ട് 100 47 തവനൂരിൽ പാർട്ട് 100 കണക്ട് ചെയ്തോ. പെരിന്തൽമണ്ണ 38 പെരിന്തൽമണ്ണ 63 പാർട്ട് 63 സീരിയൽ നമ്പർ 32 പാർട്ട് പെരിന്തൽമണ്ണ പാർട്ട് 63 സീരിയൽ നമ്പർ 32. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് AK ലതീഷ് കൂടി ചേരുന്നു. ലതീഷ്, MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുന്നു. മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി പ്രചരണം നടക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം CPIMന്റെ മുതിർന്ന നേതാവ് പറവൂർ മന്ത്രി മന്ത്രി KT ജലീൽ, CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, CPI ജില്ലാ സെക്രട്ടറി PP സുനീർ എന്നിവർക്കൊപ്പം എത്തിയാണ് മലപ്പുറം ജില്ലാ കളക്ടറും ഭരണാധികാരിയുമായ
ലതീഷിലേക്ക് തിരികെ എത്താം. മലപ്പുറം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലെത്തിയാണ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മന്ത്രി KT ജലീൽ, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം നാളെ കൊണ്ടാണ് പൂർത്തിയാവുക. PK കുഞ്ഞാലിക്കുട്ടി UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെയാണ്. സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയായി. കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ മലപ്പുറം നീങ്ങുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. വൈകിട്ട് മലപ്പുറത്ത് നടക്കുന്ന കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്വരാജ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIMൻ്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, മന്ത്രി KT ജലീൽ, CPIM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, CPI ജില്ലാ സെക്രട്ടറി PP സുനീർ എന്നിവർക്കൊപ്പം എത്തിയാണ് മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മുമ്പാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക ഇന്നലെ കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. നാളെ BJP സ്ഥാനാർത്ഥി സമർപ്പിക്കുക. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയതോടുകൂടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും. ആ തരത്തിലുള്ള ക്രമീകരണമാണ് മുന്നണികൾ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. സ്വരാജ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ എത്തി ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ് ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ KT ജലീൽ തുടങ്ങിയവരും അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചരണവും കൂടുതൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് തന്നെ LDFിൻ്റെ കൺവെൻഷനുകൾക്കും മണ്ഡലം കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കമാകും. മലപ്പുറത്ത് ഇന്ന് വൈകിട്ട് നടക്കുന്ന കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഒപ്പം നാളെയാണ് NDA സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകും. ആദ്യഘട്ട പൂർത്തിയാകുന്നതോടുകൂടി രണ്ടാം ഘട്ട പ്രചരണ രംഗത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ സജീവമാവുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂട് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി മലപ്പുറത്ത് നിന്നും കാണാൻ സാധിക്കുക. ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുന്നു. LDF സ്ഥാനാർത്ഥി MP
ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ എത്തി വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുൻപാകെ അദ്ദേഹം പത്രിക സമർപ്പിച്ചിരിക്കുന്നു. നിലവിൽ ചങ്ങരംകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗമാണ് അഡ്വക്കേറ്റ് MP ഫൈസൽ. മലപ്പുറം വട്ടംകുളം സ്വദേശിയാണ് അദ്ദേഹം. തിരൂർ ബാറിൽ അഭിഭാഷകനായ അദ്ദേഹം ജോലി ചെയ്യുന്നു. മലപ്പുറം ജില്ലാ DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് അതിലെ പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി, അതുപോലെ മന്ത്രി KT ജലീൽ, ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജില്ലാ സെക്രട്ടറിമാർ അടക്കം അദ്ദേഹത്തോട് ഒപ്പം കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുകയാണ്. സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടുകൂടി കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് LDFന്റെ മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കം കുറിക്കുന്നു. വൈകിട്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മലപ്പുറത്ത് നടക്കുന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ AK ലതീഷ് കൂടി മലപ്പുറത്ത് നിന്നും ചേരുന്നു. AK ലതീഷ്, ആദ്യഘട്ടം പൂർത്തിയാകുന്നു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കുന്നു. MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. LDFന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മേനോന് മുമ്പാകെ അഡ്വക്കേറ്റ് MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അഫിഡവിറ്റ് പൂരിപ്പിച്ച് നൽകുക, അതേപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ ഒപ്പിടുക തുടങ്ങിയ ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CPIMന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, മന്ത്രി KT ജലീൽ, CPI ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, CPI ജില്ലാ സെക്രട്ടറി PP സുനീർ എന്നിവർക്കൊപ്പം എത്തിയാണ് അമിത് മേനോന് മുമ്പാകെ MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കളോടൊപ്പം പ്രകടനമായി ആണ് അദ്ദേഹം സ്ഥാനാർത്ഥി കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഉച്ച കഴിഞ്ഞ് MP ഫൈസലിന് മോങ്ങം അതേപോലെ തന്നെ മൊറയൂർ ഭാഗങ്ങളിലാണ് പര്യടനമുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി LDFന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, അതേപോലെ തന്നെ ഘടകകക്ഷി നേതാക്കളായ ഉഴവൂർ വിജയൻ, K കൃഷ്ണൻകുട്ടി MLA അടക്കമുള്ള LDFന്റെ സംസ്ഥാന നേതാക്കളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. 23, 24 തീയതികളിലായാണ് അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾ ചേരുക. 25 മുതൽ LDF സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനം ആരംഭിക്കും. ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് MP ഫൈസൽ. നിലവിൽ അദ്ദേഹം DYFയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനു മുമ്പും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുവത്വവും ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള ഒരു സ്ഥാനവും വെച്ച് തന്നെ വലിയ മുന്നേറ്റം മലപ്പുറം പോലുള്ള ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് LDF കണക്കുകൂട്ടുന്നത്. യുവാക്കളുടെ വലിയൊരു വോട്ട് ഉള്ള മണ്ഡലം കൂടിയാണ് മലപ്പുറം. അതുകൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് MP ഫൈസലിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ എത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.